ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. മന്ത്ലി ക്ലീനിങ് ആണ്. അപ്പോൾ ഈ ക്ലീനിങ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ വീടും പരിസരവും നമ്മുടെ വീടിൻ്റെ അകവും പുറവും ഒരുപോലെ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ക്ലീനിങ്ങിൻ്റെ രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ വീട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ഒന്ന് പറയുക. വീഡിയോ ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടാ. നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. പിന്നെ നമ്മൾ ഇങ്ങനെ വീട് നമ്മൾ ക്ലീനാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് എന്നും പുത്തനായിട്ടിരിക്കും കേട്ടോ. വീട് നല്ല വൃത്തിയായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീടിന് ഐശ്വര്യവും ബർക്കത്തും റഹ്മത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ വീട് ഇതാണ്. ഒരു പഴയ വീടാണ് കേട്ടോ. അപ്പോൾ പുതിയ വീടൊന്നുമല്ല, കുറച്ച് പഴക്കമുള്ളൊരു വീടാണ്. പക്ഷേ പഴയതായാലും ഞാൻ നല്ല വൃത്തി പോലെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകൽ. എനിക്ക് വീട് നല്ല വൃത്തിയായിട്ടിരിക്കണം. ഏത് വീടായാലും വലുതായാലും ചെറുതായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫോളോ ചെയ്യുന്ന ഈ രീതിക്ക് വീട് നമ്മൾ ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് എന്നും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. എന്നും നമ്മൾ ചെയ്യണ പോലെ വീടിൻ്റെ ഉള്ളിൽ അടിച്ചു വാരുക, തുടക്കുക അങ്ങനെ മാത്രം ചെയ്തു പോയതിട്ട് ഇടയ്ക്കൊരു ഡീപ്പ് ക്ലീനിങ് വേണം. അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറം ഭാഗങ്ങളും എല്ലാ ഭാഗവും ഒരുപോലെ വൃത്തിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മളെ വീടിന് നല്ല ഐശ്വര്യവും ബർക്കത്തും നല്ല ഒരു കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട് നല്ല ഭംഗിയായിരിക്കണം. അപ്പോൾ അതുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ആക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാ മന്ത്ലി അല്ലെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഈ രീതിക്കൊന്ന് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ചു വാരി തുടച്ച് പോലാണല്ലോ സാധാരണ ചെയ്യൽ. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ക്ലീനിങ്ങിന് നിൽക്കുന്ന ദിവസം ഞാൻ കട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് വലിച്ച് അതൊക്കെ ഒന്ന് വലിച്ചിടും കേട്ടോ. ആദ്യം ഫസ്റ്റ് ചെയ്യൽ അങ്ങനെയാണ്. പിന്നെ നമ്മളെ കാർട്ടൻസൊക്കെ ഉണ്ടാവുമല്ലോ, കാർട്ടൻസിൽ നല്ല പൊടി ഉണ്ടാവും കേട്ടോ. നമ്മളത് കാണില്ല. നമ്മളിങ്ങനെ വീട് ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ നല്ല സെറ്റായിട്ട് കിടക്കണ കാണാം. പക്ഷേ ഇതൊക്കെ നമ്മളൊന്ന് പൊടി തട്ടാനും പൊടിയൊക്കെ ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഏതിൻ്റെ മുകളിലൊക്കെ പൊടി ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ കാർട്ടൻസിൻ്റെ മുകളിൽ നല്ല പൊടി ഉണ്ടാവും. നമ്മൾ കഴുകിയിട്ട് ഇടാൻ പറ്റിയ കാർട്ടൻസ് ആണെങ്കിൽ നമുക്കിവിടെ ഊരിട്ട് കഴുകിയിട്ട് കൊടുക്കുക. അതല്ല ഇങ്ങനത്തെ കാർട്ടൻസ് ആണെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല പൊടി തട്ടി കൊടുക്കട്ടെ. ഉൾഭാഗത്തും പുറം ഭാഗത്തും ഒക്കെ പൊടി തട്ടി കൊടുക്കുമ്പോൾ പൊടി ഇങ്ങനെ പറക്കണത് നമ്മൾ കാണട്ടെ. അത്രയും പൊടി ഉണ്ടാവും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ആയിരിക്കും. പൊടി കുറവായിരിക്കും കേട്ടോ. പക്ഷേ ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇതുപോലെ തന്നെ ചെയ്തു പോകണം. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും ഈസി ആയിരിക്കും. നമ്മൾ കുറേ നേരം വെച്ച് ചെയ്യുന്നത് കുറച്ച് നേരം മതി കേട്ടോ, പെട്ടെന്ന് കഴിയാൻ പറ്റും. ഇങ്ങനെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ ജനലുകളും അതേപോലെ തന്നെ ചെയ്യുക. ജനലുകളുടെ മുകളിലൊക്കെ ചെറിയ ചെറിയ ഇതുണ്ടാവും, നമ്മൾ മാറാലകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്നും കാണില്ല. പക്ഷേ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നമ്മൾ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മാറാലൊന്നും പിടിക്കില്ല. നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാർട്ടൻസ് പൊന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനൽ തുറക്കാനൊക്കെ നമ്മൾ ഇടയ്ക്ക് തുറക്കണതൊക്കെ അല്ലേ. അങ്ങനെയൊക്കെ ആകുമ്പോൾ മാറാലൊക്കെ കെട്ടി കിടക്കണ കാണുമ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അരോചകമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. പിന്നെ ഞാൻ എല്ലാ ഭാഗവും തട്ടി കൊടുക്കലുണ്ട്. നമ്മൾ അലമാരകൾ കാര്യങ്ങൾ പിന്നെ ഇതുപോലെയുള്ള ഷെൽഫുകൾ അങ്ങനെയൊക്കെ തട്ടി കൊടുക്കണം കേട്ടോ. നമ്മൾ തുടക്കുന്നതല്ല മെയിൻ കാര്യം കേട്ടോ. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഒരു പൊടിയോ കാര്യങ്ങളോ ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ വീട് നല്ല ഇതായിരിക്കും. നമ്മളെ ആരോഗ്യത്തിനും ഒക്കെ അതാണ് നല്ലത്. ഈ അലർജിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളവർക്ക് പൊടി ഭയങ്കര ഇതാട്ടോ. പൊടി കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങൾ നമ്മൾ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാനിൻ്റെ മുകളിൽ ജനലിൻ്റെ മുകളിൽ കാർട്ടൻസിൻ്റെ മുകളിലൊക്കെ പൊടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അലർജി പ്രശ്നമുള്ളവർക്ക് അലർജി മാറില്ല കേട്ടോ. മാറാൻ നമ്മൾ മരുന്നല്ല കഴിക്കേണ്ടത്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊടി ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ ബുക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇടയ്ക്കൊന്ന് തട്ടിയിട്ട് നമ്മൾ വെക്കണ ഷെൽഫ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതൊക്കെ പെട്ടെന്ന് എടുത്ത് വായിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എടുത്ത് വായിക്കുമല്ലോ. അങ്ങനെ ആയിട്ട് നമ്മൾ ബുക്കൊക്കെ വെക്കണതാണ്. അപ്പോൾ അതെടുത്ത് പെട്ടെന്ന് വായിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ പൊടി പാറുട്ട പൊടി അങ്ങനെ നമ്മൾ തട്ടാതെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കുക. പിന്നെ അതെല്ലാ ഭാഗങ്ങളിലൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. ഞാൻ
മെയിനായിട്ട് നല്ല പൊടി തട്ടി കൊടുക്കുന്നതാണ് എനിക്കും എൻ്റെ മോൾക്കൊക്കെ. പൊടിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചുമ വരും കേട്ടോ. ചുമച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ആ ചുമ അങ്ങനെ പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വീട് നല്ല ഡസ്റ്റ് ഒഴിവാക്കിയിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് ഇടലാണ് ചെയ്യൽ. പിന്നെ അതാ നമ്മളെ ഇതുപോലെ ഞാൻ ഫാനും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയാണ് തട്ടി കൊടുക്കൽ കേട്ടോ. പിന്നെ തുടക്കുക എന്നുള്ളത് നമ്മൾ ഹൈറ്റിൽ കയറിയിട്ട് തുടക്കുക, ലാഡറിൻ്റെ മുകളിൽ കയറി തുടക്കുക, അത് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഫാനിൻ്റെ മുകളിൽ അങ്ങനെ പൊടി ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കും കേട്ടോ. അപ്പോൾ പൊടി കുറേ പോയി കിട്ടും. പിന്നെ എപ്പോഴെങ്കിലുമാണ് ജസ്റ്റ് ഒന്ന് അതുപോലെ തുടക്കലിട്ടാൽ. പിന്നെ ഞാനിത് എല്ലാ ഭാഗത്തും മാറാലും ഉണ്ടാവില്ല, കാരണം നമ്മളിങ്ങനെ തട്ടി പോകുമ്പോൾ കാര്യമായിട്ട് മാറാലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ആ ചെയ്യണത് ഞാനങ്ങനെ ഫോളോ ചെയ്ത് പോക്കലുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ ഈ ഇത്തരം ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ട് നമ്മൾ പൊടി തട്ടിയിട്ട് ഇങ്ങനെ പോലുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, നമ്മളെ ചുമരിൻ്റെ മുകളിൽ പൊടി ഉണ്ടാവും കേട്ടോ. ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ മാറാലല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു പൊടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളൊന്ന് ലൈറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിലാവുക അങ്ങനെയുള്ളതൊക്കെ കാണൽ. പകൽ നമ്മളങ്ങനെ വെളിച്ചത്തിൻ്റെ ഇടയിൽ അങ്ങനെ കാണില്ല, പക്ഷേ രാത്രിയിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമരിൻ്റെ മുകളിൽ പൊടിയും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല നീളമുള്ള ചൂല് വെച്ചിട്ടോ ഒക്കെ നമ്മൾ പൊടി തട്ടാനായിട്ടൊന്ന് മാറ്റി വെക്കട്ടോ. നമ്മൾ താഴെ അടിക്കണ ചൂല് വെച്ചിട്ട് ചെയ്യരുത്. നമ്മൾ വേറെ ഒരു ചെറിയൊരു ബ്രഷ് അല്ലെങ്കിൽ ചെറിയ ചൂല് എന്തെങ്കിലും മാറ്റി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചുമരിൻ്റെ മുകളിലുള്ള പൊടിയും കാര്യങ്ങളും ഒക്കെ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമര് പെട്ടെന്ന് വൃത്തികേടാവില്ല കേട്ടോ. അപ്പോൾ കുറേ ആയിട്ടുണ്ട് നമ്മളൊക്കെ പെയിൻ്റ് അടിച്ചിട്ട്, പക്ഷേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ ആയിട്ടുണ്ട് പെയിൻ്റ് അടിച്ചിട്ട് എന്നുള്ളതൊന്നും തോന്നില്ല. നല്ല വൃത്തി ഇരിക്കും കേട്ടോ എല്ലാ ഭാഗവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ തട്ടി കൊടുക്കലുണ്ട്. പിന്നെ നമ്മൾ കുട്ടികൾ വരക്കാനും കാര്യമൊന്നുമില്ല, അത് ചെറുപ്പത്തിൽ തന്നെ അവർ വരക്കാത്ത ശീലമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒന്നും ചുമരൊന്നും വൃത്തികേടാക്കലില്ല. പിന്നെ ഞാനിതുപോലെയുള്ള നമ്മളെ വാതിലിൻ്റെ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ഇടയിലൊക്കെ മാറാല കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ ചെതലും കാര്യങ്ങളും തന്നെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇതുപോലെ ജസ്റ്റ് പെട്ടെന്നൊന്നും ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഏരിയയാണ് ഇത് കേട്ടോ. നമ്മളെ സ്റ്റെയറിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, നമ്മൾ ടൈൽ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച സ്റ്റെയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലും ഇതുപോലെ പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇതുപോലെ തട്ടി കൊടുക്കും. അങ്ങനെ തട്ടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു എന്താണെന്നുള്ളത് കരുതിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൊടി പിടിക്കാതെ, അവിടെയൊക്കെ പൊടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ട് സെപ്പറേറ്റ് കാണിക്കുമല്ലോ. നമ്മൾ ചുമരും ആ ഭാഗം കൂടി വേറെ ഇട്ടുണ്ട് കാണിക്കും, കാരണം അവിടെ പൊടി ഇങ്ങനെ അടിഞ്ഞു കൂടും നമ്മൾ തട്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് തട്ടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പൊടി ഉണ്ടാകും. നമ്മൾ സ്റ്റെയറൊക്കെ കാണാൻ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ. പിന്നെ സ്റ്റെയറൊക്കെ നമ്മൾ മഫില്ലാതെ ഇടയ്ക്ക് നമ്മൾ തുണി വെച്ചിട്ട് സ്റ്റെയറൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ ആ ഗ്യാപ്പുകളൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്കിരിക്കും. അപ്പോൾ ഞാൻ കർട്ടൻസ് എല്ലാതും ഇതുപോലെ തന്നെ തട്ടി കൊടുക്കലുണ്ട്. അങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കർട്ടൻ നമുക്ക് ഊരിയിട്ട് കഴുകാനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ തന്നെ തട്ടി കൊടുക്കുക. ജനലുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് തട്ടി കൊടുക്കട്ടോ. അപ്പോൾ നമ്മളെ വീട് നല്ല വൃത്തിയായിരിക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നല്ല ഐശ്വര്യം ഉണ്ടാവും കേട്ടോ. വൃത്തി എല്ലാവർക്കും നല്ലതാണ്. വൃത്തിയുള്ള ശീലങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മക്കളും അത് കണ്ടു കഴിഞ്ഞിട്ട് പഠിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് അവരും ചെയ്യുക. അവർ നമ്മൾ വൃത്തിയാക്കിയിട്ട് വീട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ കൊണ്ടും അത് ചെയ്യിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും അത് പരത്താൻ തോന്നില്ല കേട്ടോ. പിന്നെ അവർക്ക് ആ വൃത്തിയില്ലാതെ നമ്മളൊരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം നമ്മൾ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ പോലെ തോന്നും. കാരണം അവർ വൃത്തിയുള്ളൊരു വീട് കണ്ടിട്ട് പിന്നെ അത് പരന്നെടുക്കുമ്പോൾ അവരെന്നെ അത് സ്വയം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് ചെറുപ്പം മുതലുള്ളൊരു ശീലമാണ് എനിക്ക്. അപ്പോൾ എൻ്റെ മക്കൾ ഞാനത് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മളെ കട്ടിൻ്റെ അടി അല്ലെങ്കിൽ സോഫേൻ്റെ അടി അതൊക്കെ എന്നും നമ്മൾ അടിച്ചു വരാൻ ശ്രമിക്കട്ടോ. നമ്മൾ അടിച്ചു വരുമ്പോൾ അതിങ്ങനെ ഒരു ശീലമായിട്ട് അങ്ങനെ അടിച്ചു പോവുക, അടിഭാഗങ്ങൾ തട്ടാതെ അങ്ങനെ അടിച്ചു പോകുന്ന ഒരു ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീട് നമ്മൾ ഒരു പെട്ടെന്നൊരു സോഫ വലിക്കേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വലിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ സോഫേൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണുണ്ട്, അതൊന്നും ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. സോഫ വലിച്ചിട്ടാണ് ഞാൻ സാധാരണ അടിക്കൽ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത്. പക്ഷെ ഇപ്പോൾ അടുത്ത് തന്നെ ഞാൻ അതങ്ങനെ വലിച്ചടിച്ചിട്ടുണ്ട്. കാരണം കൊണ്ട് ഞാനിപ്പോൾ താഴെതുപോലെ ചൂല് വെച്ചിട്ട് ഇങ്ങനെ തട്ടിപ്പോയിക്കാണ്. അപ്പോൾ ഇതുപോലെ കട്ടിൻ്റെ അടിയൊക്കെ പ്ലെയിൻ ആക്കിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മെയിനായിട്ട് ശ്രദ്ധിക്കും. കട്ടിയടിയിൽ സാധനങ്ങളൊന്നും കൊണ്ടുപോയി വെക്കരുത്. ഇതുപോലെയുള്ള ഓപ്പൺ കട്ടിലാണെങ്കിൽ അങ്ങനെ ആരും സാധനങ്ങൾ താഴെ കൊണ്ടുപോയി വെക്കരുത്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇതുപോലെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ അടിക്കാനൊരു മടി വരും. അപ്പോൾ ഇങ്ങനെ പ്ലെയിനായി കിടക്കുന്ന നമ്മളെ കട്ടിൻ്റെ അടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അടിച്ചു പോകാൻ പറ്റും. കട്ടിലിൻ്റെ ഇടഭാഗത്തും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്യട്ടോ.
അങ്ങനെ നമ്മുടെ എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു വാരിയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും. നമ്മൾ മാറാല കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ വീടിൻ്റെ മുക്കിലും മൂലയിൽ സാധനങ്ങൾ കൂട്ടിയിടുക, അല്ലാന്നുണ്ടെങ്കിൽ അടിച്ചു വാരിയിട്ട് കൂട്ടിയിടുക, അതൊക്കെ ഐശ്വര്യക്കേടാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ മാറാല കെട്ടിക്കിടന്നാലും പൊടികൾ കെട്ടിക്കിടന്നാലും അല്ലെങ്കിൽ വീടിൻ്റെ മുക്കിലും മൂലയിലും കച്ചറകൾ നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാലും അത് വീടിന് നല്ല ഐശ്വര്യക്കേടാണെന്നുള്ളത് പഴമക്കാർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വീട് നല്ല ബർക്കത്തും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുപോകട്ടെ എല്ലാ ഭാഗവും. പിന്നെ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഒരു 4 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നല്ല വീടിൻ്റെ ഉള്ളിൽ നല്ല സുഗന്ധം ഉണ്ടാവും. നല്ല ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റാതെ അല്ലെങ്കിൽ പുതപ്പുകളൊക്കെ മാറ്റാതെ കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ക്ലീനാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ തന്നെ ചെരുപ്പുകൾ വെക്കുന്ന സ്റ്റാൻഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലും പൊടികൾ മാറാലകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ കൊടുന്നിട്ടാണ് വെക്കും, പിന്നെ നമ്മളത് എടുത്ത് കൊണ്ടുപോകും. അത്രയും നമ്മൾ അത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൊടികൾ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മുകളിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ക്ലീനായിട്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് അവിടെ അടിച്ചിട്ട് എവിടെയും പൊടികളില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തട്ടാ. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവും, പല്ലിൻ്റെ കാഷ്ടം കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ല വൃത്തിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വലിച്ചിട്ട് നമ്മൾ അടിച്ചു വാരിയിട്ട് എടുക്കുക. നല്ല ഡസ്റ്റ് ഒഴിവാക്കിയിട്ട് വൃത്തിയാക്കി കൊണ്ടുപോകാം കേട്ടോ. എത്ര പഴകിയ വീടായാലും എത്ര പുതിയ വീടായാലും നമ്മൾ കൊണ്ടുപോകുന്നതിനനുസരിച്ചിട്ടായിരിക്കില്ലേ നമ്മുടെ വീട് കാണാനുള്ളൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉള്ള വീട് എന്താണെന്നുള്ളത് വെച്ചാൽ അത് വൃത്തിയാക്കി കൊണ്ടുപോകട്ടെ. ഞാനങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കുറേ വലിയ വീട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നമുക്ക് ഉള്ള വീട് എന്താണ് അതാണ് നമ്മളെ സ്വർഗ്ഗമല്ലേ. അപ്പോൾ ആ വീട് നല്ല വൃത്തിയുള്ളത് നമ്മൾ എവിടെ പോയി എന്നാൽ നമുക്ക് ആ വീട്ടിൽ കണ്ട് കയറി വരുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. നമ്മളെ വീട്ടിലെത്തി നമുക്കൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ നമ്മൾ പോയി വന്നാലും പോണ സമയത്തായാലും നമ്മളെ വീട് അങ്ങനെ വൃത്തിയാക്കി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലീനിങ്ങിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാൻ എന്താ ഇനി അടുത്ത് പറയണത്, ഇതാ നമ്മളെ വാഷ് ബേസിനാണ് കേട്ടോ. ഇതിൽ ഇങ്ങനെ കുത്തുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ വാഷ് ബേസിന് കറകൾ കാര്യങ്ങളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാസത്തിലൊരു തവണ ഇങ്ങനെ ചെയ്യട്ടോ. അതൊക്കെ ഞാൻ മുന്നേ വീഡിയോകളിൽ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിയട്ടെ എഴുതിയിട്ടാണ്. പിന്നെ സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ലേ എനിക്ക് ഷെയർ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാനിത്. അപ്പോൾ ഞാൻ ഇതിൽ ബേസിൽ നിറയെ വെള്ളം ആക്കി വെക്കും കേട്ടോ. എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് ക്ലോറക്സ് ആണ് ഒഴിച്ചു കൊടുക്കൽ. ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കും, പിന്നെ ഹാൻഡ് വാഷും കുറച്ച് ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇതൊരു 1 മണിക്കൂറോളം ഇങ്ങനെ വെക്കും ഞാൻ. എന്നിട്ട് ഞാൻ അത് നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യുന്ന മാതിരി ക്ലീൻ ചെയ്തിടും. അപ്പോൾ നമ്മളെ ബേസിൽ ഒരു കുത്തുകളോ കാര്യങ്ങളോ കറകളോ ഒന്നും ഉണ്ടാവില്ല. ഒരു കുറേ വർഷം മുന്നുള്ളൊരു ബേസിലാണ് നമ്മൾ വീടിരുന്ന സമയത്ത് വെച്ചതാണ് കേട്ടോ. അതൊന്നും ഇതുവരെ ഒരു കറയും പിടിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ക്ലീനിങ് രീതി അങ്ങനെയാണ്. പിന്നെ നമ്മൾ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യണം. നമ്മൾ കുട്ടികളൊക്കെ അങ്ങനെ വന്നിട്ട് എപ്പോഴും സ്വിച്ച് ഇടലും ഇതാക്കലൊക്കെ ഉള്ളതല്ല. അപ്പോൾ അവരെ കൈമേൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സ്വിച്ചിൻ്റെ മുകളിലാവും. പിന്നെ അതേ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തുള്ള ചുമര് ഭാഗങ്ങളും ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കണ്ട. ഇതൊന്നും നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വർഷത്തിലൊരു പ്രാവശ്യം എന്നല്ല ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം, മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചുമരിൻ്റെ മുകളിൽ ഒരു ചളികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് കുറേ അയക്കണം, പക്ഷേ ഇതുവരെ ചുമരിൻ്റെ മുകളിൽ ഒരു ചളികളോ അല്ലെങ്കിൽ കൈൻ്റെ കലകളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഫോളോ ചെയ്യൽ. അപ്പോൾ ഞാൻ എല്ലാ സ്വിച്ച് ബോർഡും ഇടയ്ക്കിടയ്ക്ക്, പിന്നെ ബാത്റൂമിൻ്റെ മുന്നിലുള്ളത് സ്വിച്ച് ബോർഡ് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കൊടുക്കണം. അത് മെയിനാണ്. ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയി വരുമ്പോൾ കൈകൾ വെള്ളം കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും കുട്ടികളൊക്കെ പെട്ടെന്ന് ഓടി പോയിട്ട് ബാത്റൂമിൽ പോകണതൊക്കെ കാണാം. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ എന്തായാലും തുടച്ച് കൊടുക്കുക. പിന്നെ ബാത്റൂമിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് തുടച്ച്, ഇതിലൊന്നും കുറേ ടൈമും കാര്യങ്ങളൊന്നും വേണ്ട. ഒറ്റ പ്രാവശ്യം തുടച്ചാൽ തന്നെ നമ്മൾ ക്ലീനായി കിട്ടും. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ഞാൻ ഈ രീതിക്കൊക്കെ കേട്ടോ ഞാൻ ചെയ്തു പോകൽ, നമ്മളെ വീട് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിലം തുടക്കേണ്ടതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിലം അപ്പോൾ നമ്മൾ അരുമുക്ക് മൂലൊക്കെ നോക്കിയിട്ട് കറക്റ്റിന് തുടച്ച് പോകുക. എന്തെങ്കിലും ലേസോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തുടച്ച് പോകട്ടെ. അത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ഉൾഭാഗം കാണാൻ നല്ല വൃത്തിക്കിരിക്കും. പിന്നെ നമ്മൾ വീടിൻ്റെ പുറം ഭാഗവും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ എന്നും അടിക്കാനും തുടക്കാനും നിൽക്കാതെ മാറ്റി
മാറ്റി വെച്ച് നമുക്ക് ഓരോരോ പണികളായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും, വീടിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ഒരു ദിവസം ചില ദിവസങ്ങളൊന്നും തുടക്കലില്ല, അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ വേറെ എന്തെങ്കിലും പണിക്കൊക്കെ നിൽക്കലാണ്, പുറത്തുള്ള പണികൾക്കൊക്കെ നിൽക്കലാണ്. അങ്ങനെ ആയി കഴിഞ്ഞാലാണ് എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമ്മൾ പുറം ഭാഗങ്ങൾ വീടിൻ്റെ 4 ഭാഗങ്ങളിലും അല്ലെങ്കിൽ പുറം ഭാഗങ്ങളിലൊക്കെ മാറാല കെട്ടാതെ ശ്രദ്ധിക്കട്ടെ. അപ്പോൾ അതിന് ഇടയ്ക്ക് ഇതുപോലെ തന്നെ നമ്മൾ തട്ടി കൊടുക്കുക. നമ്മൾ വീടിൻ്റെ പോർച്ചുകളിൽ അല്ലെങ്കിൽ വീടിൻ്റെ പുറം ഭാഗങ്ങളിൽ എത്താത്ത സ്ഥലങ്ങളിലൊക്കെ മാറാല കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കൂടുതലാവാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ഇതിനായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് കാണാൻ നല്ല വൃത്തിക്കിരിക്കും. പുറത്തുനിന്ന് ഒരാൾ വന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമ്മളെ വീട് നല്ല വൃത്തിക്കിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് തട്ടി കൊടുക്കൂട്ട. അപ്പോൾ ഇത് ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ഇറങ്ങാനും ചെയ്യാനും തട്ടാനൊക്കെ സൗകര്യമുള്ള കാരണം കൊണ്ട് പിന്നെ കാണുന്ന ഒരു ഏരിയയാണ്. ബാൽക്കണിയിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ കാണും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തട്ടി കൊടുക്കലിട്ടിട്ട്, അപ്പോൾ നമുക്ക് നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ ഇറങ്ങി ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെറിയ ഇലകളും പൊടികളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും, കാറ്റിന് പറന്നിട്ടും ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ മുളക് ഇങ്ങനെ പറ്റി പിടിച്ച് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് വൃത്തികേടാവും കേട്ടോ. അപ്പോൾ അതും കുറേ കാലങ്ങളോളം നമുക്ക് വൃത്തിക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് നല്ലതാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റുന്ന കാരണം കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കലുണ്ട്. മാസത്തിലൊരു പ്രാവശ്യം ഞാൻ ഇവിടെയും തട്ടി കൊടുക്കലുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ നീറ്റാക്കി കൊണ്ടുപോകാൻ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ നമ്മളെ വീട് വൃത്തിയാക്കി കൊണ്ടുപോകട്ടോ. പിന്നെ ഇവിടെയൊക്കെ തട്ടാൻ എൻ്റെ മോളും ഹെൽപ്പ് ചെയ്യലുണ്ട്. അവൾക്കിപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് ഒഴിവില്ല, അത് തന്നെയാണ് അവളെ ഞാൻ വിളിക്കാഞ്ഞത്. പിന്നെ ഞാൻ തന്നെ ഇവിടെയൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തട്ടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഭാരം കുറഞ്ഞിട്ടുട്ടോ. കുറേ ആയിട്ട് നമ്മളെ ഒക്കെ കുറേ കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് ഭാരം കുറയൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലൊന്നും ഉണ്ടാവില്ല കേട്ടോ, വേഗം വേഗം തട്ടിയിട്ടുണ്ട് പോവുക. അതാണ്ട് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കൊരു വൃത്തിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. എൻ്റെ വീടിൻ്റെ മുൻഭാഗവും പുറം ഭാഗവും അല്ലെങ്കിൽ വീടിൻ്റെ പരിസരവും ഒക്കെ ഞാൻ ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകലുണ്ട്. കുറേ വീഡിയോകളിൽ ഞാൻ ഈ ക്ലീനിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. മുന്നത്തെ വീഡിയോസാണ്, കുറേ കാണാത്തവരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മളെ വീട് എന്താണ്, ഏത് രീതിക്കാണ് നമ്മളെ വീട് ഇരിക്കുന്നത് വെച്ചാൽ ആ രീതിക്ക് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പലരെ വീടും പല രീതിക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താലാണ് നമ്മളെ വീട് നല്ല വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എൻ്റെ ക്ലീനിങ് ഇഷ്ടമായിട്ട് തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നല്ല അടിപൊളിയായിട്ട് വീട് നീറ്റാക്കി കൊണ്ടുപോകണം ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും, അതുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ നല്ലതായിരിക്കും എന്നൊക്കെ അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്കും പറഞ്ഞു തരട്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതികൾ നിങ്ങളായിട്ട് ഷെയർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ നമുക്ക് നല്ല ക്ലീനിങ് ചെയ്യുന്ന ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ആണല്ലോ, നമുക്കും അതുപോലെ ചെയ്ത് നോക്കാം. എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ഒരുപാട് വീഡിയോസ് കാണുമ്പോൾ. നല്ല അടിപൊളി വീടില്ലേ, നമ്മൾ വീട് ഞാൻ പറഞ്ഞത് വലിയ വീട് എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്, നല്ല വൃത്തിക്ക് ഇരിക്കണ വീടില്ലേ, അല്ലെങ്കിൽ അവർ ക്ലീൻ ചെയ്ത് കാണുമ്പോൾ നമുക്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്താൽ ചെയ്യാനുള്ളൊരു എനർജി കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇത്തരം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസിനെ കുറിച്ചുള്ള കമൻസുകൾ അറിയിക്കുക. പിന്നെ ഞാനിതാ പറഞ്ഞില്ലേ കിണറും കാര്യങ്ങളും എല്ലാ ഭാഗവും ഒരുപോലെ ക്ലീനാക്കി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ ചളികൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചളികളൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഉടനെ തന്നെ നമ്മളങ്ങോട്ട് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ ചളികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നല്ല വൃത്തിക്കിരിക്കും. പിടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കുറേ തേച്ച് ഉരത്തിയിട്ടൊക്കെ കഴുകി കളയണേക്കാട്ടി നല്ലത് അതായ സമയത്ത് തന്നെ നമ്മൾ അപ്പം തന്നെ കണ്ട് കഴുകി കളയാൻ കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉരത്തി കഴുകുമ്പോൾ നമ്മൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആയ സമയത്ത് തന്നെ നമ്മളങ്ങോട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പോകും. അപ്പോൾ നല്ല വൃത്തിക്കിരിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ക്ലീനിങ് രീതികൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകളും കൂടി അറിയിക്കട്ടെ. പിന്നെ ക്ലീനിങ് ഇനിയും വേറെ രീതിക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.